വെൽക്കം ടു നമസ്തേ ലിറ്റിൽ തിങ്സ്. ഞാൻ ഷൈനി. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ കുറേ ദിവസങ്ങളായിട്ട് യു കെയിലെ ചർച്ചാ വിഷയമാണ് ഇമിഗ്രേഷൻ റൂൾസ് ചേഞ്ച്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലും അതിനെപ്പറ്റിയാണ് സംസാരിക്കുന്നത്. അതായത് BBC ഇന്നലെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, ഈ ILR, അതായത് ഇൻഡെഫിനിറ്റ് ലീവ് ടു റിമെയിൻ അല്ലെങ്കിൽ PR 10 വർഷമാക്കുന്നു. അത് ആർക്കൊക്കെ ആപ്ലിക്കബിൾ ആവുന്നുള്ളത്. നമ്മൾ വിചാരിച്ചിരുന്നത് യു കെയിലുള്ളവർക്ക് ബാധകമല്ല, പക്ഷേ ഇപ്പോൾ BBC റിപ്പോർട്ട് ചെയ്യുന്നു അത് കറൻ്റ്ലി യു കെയിലുള്ളവർക്കും ബാധകമാണെന്ന്. അപ്പോൾ വീഡിയോയിലോട്ട് പോകാം. എങ്ങനെയാണ്, എന്തൊക്കെയാണ് മാറ്റങ്ങൾ നോക്കുക. അതിനു മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എന്നാൽ വീഡിയോയിലോട്ട് പോകാൻ നോക്കാം എന്തൊക്കെയാണ് BBC റിപ്പോർട്ട് ചെയ്യുന്നതെന്നുള്ളത്. അപ്പോൾ ഈ മൺഡേയിൽ കീർ സ്റ്റാമർ പ്രൈം മിനിസ്റ്റർ അനൗൺസ് ചെയ്ത ഒരു ഡ്രാഫ്റ്റ് ഇമിഗ്രേഷൻ വൈറ്റ് പേപ്പർ, ഫ്യൂച്ചറിൽ ഇമിഗ്രേഷൻ ചേഞ്ചസ് എന്തൊക്കെയാണെന്നുള്ളത്, ആ ബില്ല് പാർലമെൻറ്റിൽ പാസ്സായെങ്കിൽ മാത്രമേ അത് ലോ ആയിട്ട് പുറത്തു വരുള്ളൂ. അപ്പോൾ അതിന് മുന്നേ പബ്ലിക് കൺസൾട്ടേഷൻ്റെ ആവശ്യമുണ്ട്. പാർലമെൻറ്റിൽ അത് പ്രസൻറ്റ് ചെയ്യണം. അതുപോലെ ഹൗസ് ഓഫ് കോമൺസിലും ലോർഡ്സിലും അത് അപ്രൂവൽ ആകണം. അപ്പം ഇത് ഈ പബ്ലിക് കൺസൾട്ടേഷൻ കഴിഞ്ഞത് അപ്രൂവൽ ആയെങ്കിൽ മാത്രമേ നമുക്ക് ഇത് ആർക്കൊക്കെ ആപ്ലിക്കബിൾ ആവുമെന്ന് അറിയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ILR ഇൻഡെഫിനിറ്റ് ലീവ് ടു റിമൈൻ, അത് 10 വർഷം കറൻ്റ്ലി BBC പറയുന്നത് അത് കറൻ്റ്ലി യു കെയിലുള്ളവരെയും ബാധകമാകും. അതായത് 2020 കഴിഞ്ഞ് വന്നിട്ടുള്ള എല്ലാ ഫോറിൻ വർക്കേഴ്സിനും ഇത് ആപ്ലിക്കബിൾ ആകും. എന്നാൽ ചിലർക്ക് ഇപ്പോൾ യു കെ എക്കോണമിക്കിൽ കാര്യമായിട്ട് കോൺട്രിബ്യൂഷൻ ചെയ്യുന്നവർക്ക് അത് ഫാസ്റ്റ് ട്രാക്കിൽ അപ്ലൈ ചെയ്യാം. അത് ആരാണെന്നൊന്നും അവർ വ്യക്തമായിട്ട് പറയുന്നില്ല. പക്ഷേ ഹൈലി സ്കിൽഡ് മൈഗ്രൻസ്, അവരുടെ സാലറി ത്രഷോൾഡ് എന്ന് പറയുന്നത് 38,000 ഇയർലി ഇൻകം ഉള്ളവർ എന്നാണ് അവർ ഒരു സ്മോൾ ഇൻഡിക്കേഷൻ തന്നിരിക്കുന്നത്. അപ്പോൾ അതും നമ്മൾ വെയിറ്റ് ചെയ്യണം. നമ്മൾക്ക് ഏത് കാറ്റഗറിയിലുള്ളവർക്കാണ് ഇത് എലിജിബിലിറ്റി എന്ന് പറയാൻ പറ്റത്തില്ല. ഇപ്പോൾ 2020 മുതൽ ഒരു 1.5 മില്യൺ ഫോറിൻ വർക്കേഴ്സാണ് പല റൂട്ടിലൂടെ യു കെയിൽ എത്തിയിരിക്കുന്നത്. അവർക്ക് എല്ലാവർക്കും ഇത് ബാധകമാകും എന്നുള്ളതാണ് കറണ്ട് റിപ്പോർട്ട്. അങ്ങനെയാണെങ്കിൽ ഒത്തിരി മൈഗ്രൻസിന് ഇത് എഫക്റ്റ് ചെയ്യും. പലരും രാജ്യം വിട്ടു പോകും. റിവേഴ്സ് മൈഗ്രേഷൻ ഉണ്ടാകും. അത് ചിലപ്പോൾ കാനഡയിലോട്ടാകാം, അമേരിക്കയിലോട്ടാകാം, ഓസ്ട്രേലിയയിലോട്ടാകാം. ഇതിൽ നഴ്സുമാരും ഉൾപ്പെടും. നഴ്സുമാർക്ക് ഇപ്പോൾ പുതിയ ഒരു റൂട്ട് ഓപ്പൺ ആയിരിക്കുന്നത് ഓസ്ട്രേലിയയിലാണ്. ഓസ്ട്രേലിയയിൽ കറൻ്റ്ലി 46,000 വേക്കൻസീസ് ഓപ്പൺ ആവുന്നു. അവർ പുതിയ ഹോസ്പിറ്റലുകൾ ഓപ്പൺ ആവുന്നു. അപ്പോൾ കറൻ്റ്ലി യു കെ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് നല്ല ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ഓസ്ട്രേലിയക്ക് പോകാൻ. അപ്പോൾ ഈ 10 വർഷം ആക്കി കഴിഞ്ഞാൽ ഗവൺമെൻറ്റിന് എന്താണ് ബെനിഫിറ്റ്? ഗവൺമെൻറ്റിന് എവറി ടൈം എല്ലാവരും വിസ അപ്ലൈ റിന്യൂ ചെയ്യുമ്പോഴത്തേനും ഗവൺമെൻറ്റിന് ഇൻകം ഉണ്ടാകും. പെർമനൻറ്റ് റെസിഡൻസി കിട്ടാത്തിടത്തോളം കാലം പബ്ലിക് ഫണ്ടിന് നമ്മൾ എലിജിബിൾ അല്ല. അപ്പോൾ ഗവൺമെൻറ്റിന് ആ മണിയെല്ലാം സേവ് ചെയ്യാം എന്നുള്ളതാണ് ഇതിലെ പ്രധാനപ്പെട്ട കാരണം. അതുപോലെ തന്നെ ഇപ്പോൾ കീർ സ്റ്റാമർ പ്രൈം മിനിസ്റ്റർ പറയുന്നത് ILR അല്ലെ പെർമനൻറ്റ് റെസിഡൻസി ഒരു പ്രിവിലേജ് ആണ്, അതൊരു യു കെയിലുള്ളവർക്കുള്ള റൈറ്റ് അല്ല. അതുകൊണ്ടാണ് നമ്മൾ എന്തെങ്കിലും കുറ്റകൃത്യങ്ങളിൽ ക്രിമിനൽ ആക്ടിവിറ്റിയിൽ ഏർപ്പെട്ടാൽ പോലും ILR ഉള്ളവർ അല്ലെങ്കിൽ സിറ്റിസൺ ആയവരെ പോലും അവർക്ക് ഡീപ്പോർട്ട് ചെയ്ത് അവരവരുടെ കൺട്രിയിലോട്ട് വിടാം. അങ്ങനെ കോർട്ടിൽ ചെല്ലുമ്പം അതാണ് നിയമം, നമ്മളെ ഡീപ്പോർട്ട് ചെയ്ത് നമ്മുടെ കൺട്രിയിലോട്ട് വിടും. അപ്പോൾ ILR അല്ലെങ്കിൽ സിറ്റിസൺ നമ്മുടെ റൈറ്റ്സ് അല്ല, അതൊരു പ്രിവിലേജ് ആണെന്നുള്ളതാണ് പ്രൈം മിനിസ്റ്റർ ക്ലിയർ ആയിട്ട് പറയുന്നത്. പിന്നെ ഗവൺമെന്റിന്റെ കൺസേൺ എന്താണെന്ന് കഴിഞ്ഞാൽ ഈ 2020 മുതൽ 1.5 മില്യൺ ഇമിഗ്രൻസ് വന്നതുകൊണ്ട് ഈ കറന്റ് കമ്മിങ് മന്ത്സിൽ ILRന്റെ അല്ല സിറ്റിസന്റെ ആപ്ലിക്കേഷന്റെ എമൗണ്ട് ആദ്യമായിട്ട് ഉയരും. അതും ഗവൺമെന്റിന്റെ കൺസേൺ ആണ്. അവർ അത്രയും പെട്ടെന്ന് നിയമം പ്രാബല്യത്തിൽ കൊണ്ടുവരാനുള്ള ശ്രമത്തിലാണ്. അതാണ് ക്ലിയർ ആയിട്ട് ഗവൺമെന്റ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അതുപോലെ അവർ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്, ബ്രിട്ടീഷ് സിറ്റിസന്റെ ഡിപ്പെൻഡൻസ് ആയിരിക്കുന്നവർക്ക് ILRന് 5 വർഷം ആകുമ്പോഴത്തേനും അപ്ലൈ ചെയ്യാം. മറ്റുള്ള കാര്യങ്ങൾ ഒരു ക്ലാരിറ്റി ഇതുവരെയും തരുന്നില്ല. അത് നമ്മൾ കണ്ടിരിക്കേണ്ടത്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ എൻ്റെ എക്സ്പീരിയൻസ് 2006 ഈ നിയമം മാറ്റി PRന്റെ എലിജിബിലിറ്റി 3 വർഷം എന്നുള്ളത് 5 വർഷം ആക്കിയപ്പം കറൻ്റ്ലി യു കെയിലുള്ളവരെ എല്ലാം എഫക്റ്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ ഇതും കറൻ്റ്ലി യു കെയിലുള്ളവരെ എഫക്റ്റ് ചെയ്യും എന്നുള്ളതാണ് ഇപ്പോഴത്തെ റിപ്പോർട്ട്. അപ്പോൾ നിങ്ങളൊരു നേഴ്സ് ആണെങ്കിൽ നഴ്സുമാർക്ക് വളരെയധികം ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഇപ്പോൾ ഓസ്ട്രേലിയ ആപ്രയിലുള്ള നിങ്ങളുടെ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യുക. നിങ്ങൾക്ക് ഓസ്ട്രേലിയയിൽ മൈഗ്രേറ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ടെങ്കിൽ അവിടെ വളരെയധികം വേക്കൻസി ഉണ്ട്. അതാണ് ഇപ്പോൾ. അതുപോലെ ഇനി ഈ ഇന്റർനാഷണൽ റിക്രൂട്ട്മെന്റ് ഫോർ നഴ്സസ് അതൊക്കെ റീസ്റ്റാർട്ട് ചെയ്യുന്നൊന്നും ഒരു ഗ്യാരണ്ടി ഇല്ലെന്ന് തന്നെ വേണ്ടി പറയേണ്ടിയിരിക്കുന്നു. അവരിപ്പോൾ ക്ലിയർ ആയിട്ട് പറഞ്ഞു, ഗവൺമെന്റ് ഇന്റർനാഷണൽ റിക്രൂട്ട്മെന്റ് കെയർ വർക്കേഴ്സിനെ ഇനി ഇന്റർനാഷണലി റിക്രൂട്ട് ചെയ്യുന്നില്ല. അവരുടെ പ്ലാൻ നെറ്റ് ഇമിഗ്രേഷൻ
ഇമിഗ്രേഷൻ കുറയ്ക്കുക. ഇപ്പോൾ കറണ്ട് സിറ്റുവേഷൻ അനുസരിച്ച് ഇമിഗ്രൻസ് വരുന്നതും ഇമിഗ്രൻസ് ലീവിങ് ദ കൺട്രിയിൽ തമ്മിൽ വളരെ വ്യത്യാസമുണ്ട്. വളരെയധികം ക്രമാതീതമായി കുറഞ്ഞു. ആ നെറ്റ് ഇമിഗ്രേഷൻ അതാണ് അവർക്ക് കുറയ്ക്കേണ്ടത്. അതുകൊണ്ട് ആളെ ഇങ്ങോട്ട് കൊടുക്കുന്നു. അവർ ക്രമാതീതമായിട്ട് കുറയ്ക്കും. അത് ഏത് മേഖലയിലും അത് തന്നെ ആയിരിക്കും സംഭവിക്കുന്നത്. അതുകൊണ്ട് ഈ നഴ്സുമാരുടെ റിക്രൂട്ട്മെന്റ് ഒന്നും ഇനി റീസ്റ്റാർട്ട് ചെയ്യാനുള്ള ചാൻസ് ഇല്ല. ഫണ്ട് കൊടുക്കത്തില്ല. അതുകൊണ്ട് നാട്ടിൽ വെയിറ്റ് ചെയ്തിരിക്കുന്ന നിങ്ങൾ IELTS-ഉം OET ഒക്കെ ക്ലിയർ ചെയ്ത് CBT ഒക്കെ പാസ്സായിരിക്കുന്നവരാണെങ്കിൽ ഏതെങ്കിലും റെപ്യൂട്ടഡ് ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് മറ്റുള്ള കൺട്രിയിലോട്ട് പോകാനുണ്ടെങ്കിൽ അവിടോട്ട് പോകാനുള്ള തയ്യാറെടുപ്പ് എടുക്കുക. UK വരുന്നത് അൺസർട്ടനിറ്റിയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.